ഇനി ഇതാ കലാശക്കൂട്ട് റിസപ്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മളെ നീത്തുമ്മേന്റെ കല്യാണ പരിപാടി ഇവിടെ തീരുകയാണ്. ഞാൻ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാ കേട്ടോ. കല്യാണം കഴിഞ്ഞു വന്നു നമ്മൾ ഭക്ഷണം കഴിച്ചു, അവിടെ കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഏട്ടനൊക്കെ താഴെ കുറച്ച് സോഫയിൽ കിടന്നു തുടങ്ങി. അവരൊരു 2:15 ഒക്കെ ആകുമ്പം നീത്തുമ്മേന്റെ വീട്ടിലേക്ക് പോയി, ചെക്കന്റെ വീട്ടിലേക്ക് പോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏട്ടനാണ് റിസപ്ഷന് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. ചാർജ് ഒക്കെ ആയതിനു ശേഷം ടെറസിലൊക്കെ പോയിട്ട് കുറച്ച് റീൽസിനൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം സാരി എല്ലാം മാറ്റി, മേക്കപ്പ് കളഞ്ഞില്ല, സാരി എല്ലാം മാറ്റിയിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്തു. മേക്കപ്പ് കളഞ്ഞിട്ടില്ല, സെയിം മേക്കപ്പ് തന്നെയാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീടച്ച് ചെയ്തിട്ട് ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് ലുക്ക് മാറ്റണം, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാം. ജസ്റ്റ് റീടച്ച് ചെയ്യുന്നുള്ളേ. ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ. ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പേസ്റ്റിലാണ് നമ്മളെ റിസപ്ഷന്റെ തീം. അപ്പൊ ഞാനൊരു സൽവാർ സെറ്റ്, ഒരു പട്ടിയല്ല പോലത്തെ ഒരു പാൻസും അതിന്റെ ടോപ്പ് ഒരു ഡിഫറെന്റ് ഒരു പാറ്റേണിലാണ് ഉള്ളത്. എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ, ഇട്ടിട്ട് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസത്തെ പരിപാടിയില്ലേ, സംഗീത്, ബ്രൈഡ് ടു ബി, പിന്നെന്തായിരുന്നു, ദക്ഷിണ, കല്യാണം, ഇതാ ഇപ്പൊ റിസപ്ഷൻ. നിങ്ങക്ക് ഏത് ലുക്കാ ഇഷ്ടമായതെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. ഞാൻ മൂന്ന് ലുക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ മീൻ ഇതും കൂടി നമുക്ക് നോക്കാം, എന്നാലും ഇതുവരെയുള്ള എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടി കേട്ടോ ഇന്നത്തെ ലുക്കിന്. നമ്മള് കല്യാണത്തിന് പോയി, ഞാൻ പീരിയഡ്സ് ആയിരുന്നല്ലോ, അപ്പം എനിക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്താ നിന്ന്. അപ്പൊ ആ ഗ്യാപ്പിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി പോയി തൊട്ടടുത്ത കടയിൽ. ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പം എന്റെ അടുത്ത് ഇതേപോലെ റാൻഡം ആയിട്ടൊരു, എനിക്കറിയില്ല അമ്മയും മോനാണ്, ഒരു മോനും ഒരു സ്ത്രീയാണ്. ഇവര് എന്റെ അടുത്ത് പറഞ്ഞു സോ പ്രിറ്റി, ഭയങ്കര രസമുണ്ട് കാണാൻ, ഒരു ഓറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നാണമായി. പിന്നെയും വേറെയും കുറെ കോംപ്ലിമെന്റ്സ് കിട്ടി. അതേപോലെ അമ്മയ്ക്ക് കുറെ കോംപ്ലിമെന്റ്സ് കിട്ടി. അമ്മേന്റെ മേക്കപ്പ് നല്ല, ഹെയർ നല്ല, അതൊക്കെ ഞാനത് ചെയ്തു കൊടുത്ത്. സ്റ്റോറി ഇട്ടപ്പം ഇൻസ്റ്റാഗ്രാമിലും കുറെ മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു. എനിക്ക് ആര് പറഞ്ഞാലും ഏട്ടൻ പറയണം കേട്ടോ നല്ലയാന്നുള്ളത്. ഏട്ടനും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അമ്മയ്ക്കൊന്ന് റീടച്ച് ചെയ്ത് കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട്. പെട്ടെന്ന് ചെയ്യട്ടെ. നമ്മുടെ കല്യാണം നടന്ന സെയിം അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാളിൽ വെച്ചിട്ട് ബാക്കി ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ തന്നെയാണ്, സെയിം ഹാളിൽ തന്നെയാണ് റിസപ്ഷനും. ദേവി ദർശനം ഓഡിറ്റോറിയം, അങ്ങനെ എന്തായിരുന്നു പേര്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങോട്ട് പോകണം. അപ്സു ആണ് ഗ്രൂമിന് മേക്കപ്പ് ഈവനിങ്. അപ്പൊ അവനും ഏട്ടനും ആണ് പോയിട്ടുള്ളത്. ബ്രൈഡിന് ഏട്ടനും, ഗ്രൂമിന് അപ്സു. ഇട്ട മേക്കപ്പ് ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ റീടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്.
കിടന്നുറങ്ങിയപ്പോ ബ്ലഷ് ഒക്കെ പോയി, മുഖം 2 സൈഡും വെച്ചപ്പോ. ലിപ് ലൈനർ, ലിപ്സ്റ്റിക്. ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഭയങ്കര ന്യൂഡാ. ഭയങ്കര ന്യൂഡായോ? വേറെ ഏതെങ്കിലും കളറോട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഒക്കെ ഭയങ്കര ന്യൂഡാണല്ലോ. ഇനി ഇതോടെ ഒന്ന് മിക്സ് ചെയ്യാം. ആരെങ്കിലും ഏതാ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് ചോദിച്ചാല് ഞാൻ പെട്ടുപോകും. ഹൈലൈറ്ററും കൂടി ഇട്ടിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാണ് മേക്കപ്പ്. ഈവനിങ് ഫങ്ഷൻ അല്ലേ, തിളങ്ങട്ടെ. ഇത് ഹൈലൈറ്റർ ആൻഡ് ബ്ലഷ് ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നയാ. പക്ഷെ അത് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഹെയർ ഒരു ലൂസ് ഹെയർ ആണ് വിചാരിക്കുന്നത്. ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഹെയറും ഡ്രസ്സും ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഫുൾ സെറ്റ് ആയിട്ട് കാണിക്കാം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇവിടെ ലൈറ്റ് കുറവാണ്. ഞാൻ ഹാളിൽ പോയിട്ട് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം, ഇല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കണ്ടോ, പാൻസ് ഒരു വേറൊരു പാറ്റേൺ ആണ്. ഹെയർ ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ കൊണ്ട കെട്ടിയത്. അപ്പൊ ഞാൻ പിന്നിട്ടിട്ടാണ് കൊണ്ട കെട്ടിയിട്ടുണ്ടായത്. അപ്പൊ അത് അഴിച്ചപ്പോ എനിക്കൊരു ഇങ്ങനത്തെ ഒരു കേൾസ് കിട്ടി. പിന്നെ ഞാൻ അതന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു. എന്നാലും ഒരു ഡിഫറെന്റ് ലുക്ക് ആയില്ലേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ. അപ്പൊ നമ്മളെ കല്യാണ പരിപാടി ഇതോടെ തീരുകയാണ്. നിങ്ങൾക്ക് ഏത് ലുക്കാ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് പറയണം. വേറെ എന്താ? അപ്പൊ ശരി, ടാറ്റ. അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
അടിച്ച ടീം എടുത്ത വെച്ച ഇങ്ങോട്ടെ മാറ്റുള്ളൂ. എന്താണ് എന്റെ ഒരു ബാഗ്? ഇല്ല സാധനം പിടിപ്പിക്കും. കയ്യിലിട്ട് കൊടുക്കും. കയ്യിലിട്ട് കൊടുക്കും. കയ്യിലിട്ട് കറക്കി കൊടുക്കും. ഇങ്ങനെ മണക്കാൻ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. ഇത്രയും വേണ്ടല്ലോ. സീരിയസ് ആയോ? നിങ്ങക്ക് നാണാവുണ്ടോ? അയ്യേ ഇല്ലല്ലേ, എനിക്ക് കാണുന്നില്ല. രണ്ടാക്കുണ്ടോ? ഞാൻ അവൻ മണത്ത് നിൽക്കുമ്പോ അവള് പോകുന്ന സീനാണ് വിചാരിച്ചു. ഓക്കെ 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 ഓക്കെ. പാവം നടക്കാൻ പോലും ഈറനും എടുത്ത് വരട്ടെ കുട്ടി. സോറി, അത് അമ്പലത്തിലായിരുന്നല്ലേ മാറിപ്പോയതൊക്കെ. എന്റെ ബ്ലോഗിൽ ഹായ് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഹായ്.